ഹലോ, എൻ്റെ പേര് ഡോക്ടർ ജോർജ് തളിയത്തെന്നാണ്. ഞാൻ കിൻഡറിലത്തെ പ്ലാസ്റ്റിക് സർജനാണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബേൺസിനെ പറ്റിയാണ്. ബേൺ ഇഞ്ചുറി അല്ലെങ്കിൽ പൊള്ളലേറ്റ ആൾക്കാർക്ക് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ, ബേൺ ഇഞ്ചുറി നമ്മൾ പല ടൈപ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന്, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് സ്കാൾഡ് ഇഞ്ചുറിയാണ്. സ്കാൾഡ് ഇഞ്ചുറി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹോട്ട് ലിക്വിഡിൽ നിന്ന് വരുന്ന ബേൺ ആണ് സ്കാൾഡ് ഇഞ്ചുറി. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് തെർമൽ ഇഞ്ചുറി, അതായത് ഡയറക്റ്റ് തീയായിട്ടുള്ള കോണ്ടാക്റ്റിലാണ് തെർമൽ ഇഞ്ചുറി വരുന്നത്. ഇതല്ലാതെ ഇച്ചിരി കൂടെ ലെസ് കോമൺ ആയിട്ട് വരുന്നതാണ് ഇലക്ട്രിക്കൽ ഇഞ്ചുറി, അതായത് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വരുന്ന ബേൺ ഇഞ്ചുറിയാണ്. അപ്പോൾ ഇതിൽ ഒരാൾക്ക് ഒരു പൊള്ളലേറ്റാൽ നമ്മൾ ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ സംസാരിക്കേണ്ടത് സീൻ സേഫ്റ്റിയാണ്. സീൻ സേഫ്റ്റി എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ഒരാൾ ബേൺ ആവുകയാണെങ്കിൽ നമുക്ക് അയാളെ എങ്ങനെ രക്ഷപ്പെടുത്തണം, അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രയോറിറ്റി. അതായത് ഒരാൾക്ക് തീ അയക്കുവാണെങ്കിൽ ആ തീ കെടുത്തണം, അല്ലെങ്കിൽ ഒരു ചൂടുള്ള വെള്ളത്തിലേക്ക് കൈ വല്ലതും മുക്കുവാണെങ്കിൽ അത് മാറ്റണം. അപ്പോൾ നമ്മൾ ഈ സീൻ സേഫ്റ്റി എൻഷുർ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ബേൺ ആവാതിരിക്കാനും നോക്കണം. പിന്നെ ഇലക്ട്രിക്കൽ ഇഞ്ചുറി ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നോൺ കണ്ടക്ടിങ് സബ്സ്റ്റൻസ്, ഒന്നല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വുഡൻ സാധനങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് ആ പുള്ളിക്കാരനെ അവിടുന്ന് മാറ്റുക. ഇതാണ് ഫസ്റ്റ് സീൻ സേഫ്റ്റി. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേൺ ഇഞ്ചുറിയിലേക്ക് കോമൺ ആയ എനിക്കൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ് ഐസ് ഇടുന്നത്. നമ്മുടെ ബേൺസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പൊള്ളലേറ്റ് കഴിഞ്ഞിട്ട് ഐസ് വെക്കുക, അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് വെക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഹൗസ് ഹോൾഡ് ഐറ്റംസ് തേച്ച് വെക്കുക. ഇത് കംപ്ലീറ്റ്ലി തെറ്റായ ഒരു മിസ്കൺസെപ്ഷനാണ്. ഐസ് ഒരിക്കലും വെക്കരുത്. ഐസ് വെച്ചാൽ തണുക്കും, പക്ഷെ ഐസ് വെച്ചാൽ വേസോ കൺസ്ട്രക്ഷൻ വരും. വേസോ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ആ പൊള്ളലേറ്റ ഏരിയയുടെ ചുറ്റിനുള്ള ബ്ലഡ് വെസൽസ് ഷ്രിങ്ക് ആവും. ഈ ഷ്രിങ്ക് ആയാൽ ഈ മുറിവ് ഉണങ്ങാനായിട്ട് പിന്നീടും സമയമെടുക്കും, നെക്രോസിസ് ആവും. പിന്നെ പേസ്റ്റ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാം തേച്ചാൽ ഒന്ന് ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ കറുത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്നും വേണ്ട. ജസ്റ്റ് നോർമൽ ടാപ്പ് വാട്ടർ അല്ലെങ്കിൽ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ അതിൻ്റെ മുകളിൽ ഒഴിച്ചാൽ മതി. ഇത് കഴിഞ്ഞിട്ട് ഒന്നും വേണ്ട, നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാം ഫോർ സ്റ്റെറൈൽ ഡ്രസ്സിങ്സ്. ഇപ്പോൾ നമ്മൾ ഒരു നിസ്സാര കാര്യമാക്കരുത്. ബേൺസ് ഇഞ്ചുറി ക്യാൻ ബി വെരി ഡെവസ്റ്റേറ്റിംഗ്. അപ്പോൾ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. ഇനി ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് 24 to 48 hours ആണ് ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജ് ഒരു പേഷ്യൻറ്റിന്. ഈ ഫസ്റ്റ് 24 to 48 hours നമ്മുടെ പൊള്ളലേറ്റ ഏരിയയിൽ നിന്ന് ഒത്തിരി ഫ്ലൂയിഡ്സ് നമുക്ക് ലോസ് ആവും. ഈ ലോസ് റിപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് സർജൻസ് IV ഫ്ലൂയിഡ്, അതായത് ഡ്രിപ്പ് കയറ്റിയിട്ട് നമ്മൾ റീപ്ലനിഷ് ചെയ്യും. ഇത് വളരെ ഫാസ്റ്റായ ഒരു രീതിയിലാണ് നമ്മൾ കയറ്റുന്നത്. ഈ ഒരു സ്റ്റേജിൽ പേഷ്യൻറ്റിൻ്റെ കിഡ്നി അല്ലെങ്കിൽ വേറെ ഓർഗൻസിന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ചിലപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് അനുസരിച്ച് നമ്മൾ പേഷ്യൻറ്റിനെ ICUവിൽ വെക്കും. സോ നമ്മൾ പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് പേഷ്യൻറ്റിൻ്റെ എന്തോരം ഭാഗം ബേൺ ആയിട്ടുണ്ട്, അതിൻ്റെ ഡെപ്ത് എത്രയുണ്ട്, അതൊക്കെ അസസ് ചെയ്തിട്ടാണ് ഒരു പ്ലാസ്റ്റിക് സർജൻ പിന്നീട് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഒരു പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെൻ്റ് ആണ് ബേൺ ഡ്രസ്സിങ്. അപ്പോൾ നമ്മൾ ബേൺസ് ഡ്രസ്സിങ് ചെയ്യാനായിട്ട് യൂഷ്വലി നമ്മൾ അനസ്തീസിയ അണ്ടറായിരിക്കും ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇത് ഒത്തിരി പെയിൻഫുൾ ആയ ഒരു പ്രൊസീജിയറാണ്. അത് കാരണം മാത്രം നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് അനസ്തീസിയ അണ്ടറിൽ നമ്മൾ ബേൺസിൻ്റെ ഡ്രസ്സിങ് ചെയ്യും. ഈ ഡ്രസ്സിങ് ചെയ്യാനായിട്ട് പല മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ സ്കിൻ പോലത്തെ ആർട്ടിഫിഷ്യൽ ഡെർമൽ മാട്രിക്സ് എന്ന് പറഞ്ഞ് ഒത്തിരി സ്പെഷ്യൽ ഡ്രസ്സിങ്സ് ഉണ്ട് വിച്ച് വിൽ ഹെൽപ്പ് ദ വൂണ്ട് ടു ഹീൽ ഫാസ്റ്റർ. ഇതല്ലാതെ നമുക്ക് പേഷ്യൻറ്റിൻ്റെ സ്വന്തം കാലിൽ നിന്നോ വേറെ ഭാഗത്തു നിന്നോ ചെറിയ തൊലി സ്കിൻ ഗ്രാഫ്റ്റിംഗ് എടുത്തിട്ട് അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേജസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പേഷ്യൻറ്റ്. ബിക്കോസ് ഈ പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ പേഷ്യൻറ്റിന് ICU കിടത്തും. വിസിറ്റേഴ്സിനെ ഒട്ടും സമ്മതിക്കില്ല. എന്താ വെച്ചാൽ നമുക്ക് ഇൻഫെക്ഷൻ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഈ 24 to 48, ഈവൻ ഒരു ആഴ്ച വരെ നമ്മൾ വിസിറ്റേഴ്സിനെ സമ്മതിക്കാതെ ICUവിൽ തന്നെ കിടത്തും. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ ഒരു പേഷ്യൻറ്റിന് നല്ല സ്കാറിങ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ നമ്മൾ പ്ലാസ്റ്റിക് സർജറിയിൽ ഫസ്റ്റ് മുറിവ് ഉണക്കുക. മുറിവ് ഉണക്കി കഴിഞ്ഞിട്ട് ആ മുറിവ് ഉണങ്ങി കഴിഞ്ഞതിൻ്റെ സ്കാറ് ശരിക്കും നന്നായി ട്രീറ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ ഐഡിയ ബിഹൈൻഡ് ട്രീറ്റിംഗ് ബേൺസ്.
സോ ഇനീഷ്യൽ അക്യൂട്ട് ബേൺസിൽ നമുക്ക് നല്ലോണം ട്രീറ്റ് ചെയ്താൽ നല്ല സ്കാർ വരാം. പക്ഷേ ചില വ്യക്തികൾ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റിൽ ഒത്തിരി കൊല്ലങ്ങൾക്ക് മുമ്പ് ബേൺസ് ഉണ്ടായ സ്കാർ ട്രീറ്റ് ചെയ്യാനും വരാറുണ്ട്. ഇതിനും നമുക്ക് ഒത്തിരി ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. നമുക്ക് ഈ സ്കാറുകൾ എടുത്തു കളഞ്ഞ് അല്ലെങ്കിൽ റിലീസ് ചെയ്യുക, അങ്ങനെ ചെയ്യേണ്ടി വരും. എന്താ വെച്ചാൽ ഈ സ്കാറുകൾ ചിലപ്പോൾ നമ്മുടെ ഫങ്ഷനാലിറ്റി, നമ്മുടെ മൊബിലിറ്റിനെ ചിലപ്പോൾ ബാധിക്കും. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് സർജൻസ് നമ്മൾ ഈ സ്കാറുകളെ റിലീസ് ചെയ്ത് പിന്നെ ഒന്നല്ലെങ്കിൽ സ്കിൻ ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ഫ്ലാപ്പ് അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്പെഷ്യൽ ഡ്രസ്സിങ്സ് ഒക്കെ വെച്ചിട്ട് അത് ഹീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും ഒരു ബേൺസിനെ ഒരു നിസ്സാര കാര്യമായിട്ട് ഒരിക്കലും കാണരുത്. ബിക്കോസ് ഒരു ബേൺസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവൻ പോയില്ലെങ്കിലും നമ്മുടെ ഫങ്ഷനാലിറ്റി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും അതൊരു നിസ്സാര കാര്യമാക്കരുത്. എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം.